ഞാൻ എവിടെ നോണ പറയില്ല. പല ആൾക്കാരുടെ കൂടെ നിന്റെ പല മോശമായ വീഡിയോ കണ്ടാൽ അറച്ചു പോകുന്ന തരം വീഡിയോസ് കണ്ട വ്യക്തിയാണ് ഞാൻ. അത് കണ്ട വ്യക്തിയാണ് ആഷി. എന്നിട്ടാണ് നിന്റെ കയ്യിൽ നിന്ന് ആഷി തിരിച്ചു വന്നത്. അത് നീ മനസ്സിലാക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ ജീവിക്കും. പടച്ചോന്റെ കോടതിയിൽ ഒരു ഇത് കിട്ടും. കാരണം ഞാൻ സത്യമാണ്. അതുകൊണ്ട് കർമ്മ എന്ന സംഭവം ഉണ്ടെങ്കിൽ അത് തിരിച്ചു വന്നിരിക്കും. അത് തിരിച്ചു കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പടച്ചോ ഈ ദുനിയാവിൽ എനിക്ക് നീതി കിട്ടില്ലെങ്കിൽ പടച്ചോന്റെ ദുനിയാവിൽ എനിക്ക് കോടതിയിൽ എനിക്ക് നീതി കിട്ടും തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഉമ്മ പറഞ്ഞ കള്ളത്തരങ്ങൾക്ക് ഇവിടെ ഉമ്മക്ക് ഇതാക്കിയെങ്കിലും നാളെ പടച്ചോന്റെ കോടതിയിൽ ഉമ്മ പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിയും. അത് ഉമ്മ ആലോചിച്ചത് തന്നെ. ഉമ്മ ഇതേപോലെ പറയണ്ടേ, നിസ്കാരം നിലവാരമുള്ള ഒരു ഉമ്മല്ലേ. എന്തിനാണ് ഉമ്മ അങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത്? ഒരു കള്ളം പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് ഇന്നല്ലെങ്കിൽ നാളെ പടച്ചതിന് മുമ്പിൽ നിങ്ങൾ പറയേണ്ടി വരൂലേ? അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങളുടെ മകനെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ഫഹദിന്റെ ഭാഗം കിട്ടി നന്ദിന്റെ ഭാഗം കിട്ടിയിട്ട് സ്വയം ബുദ്ധി മറന്ന് ഉമ്മ പറയല്ല. ഉമ്മ അത് തെറ്റാണ്. ഉമ്മ വീണ്ടും വീണ്ടും കുണ്ടൻ കുണ്ടൻ കുണ്ടൻ, അവൻ പെണ്ണല്ലോ, അവൻ ചെണ്ണല്ലോ, അവൻ ഒമ്പതല്ലെന്ന് അല്ലെങ്കിൽ കുണ്ടനെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് സമൂഹത്ത് ഒരുപാട് പേര് അംഗീകരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങള്. ഒരുപാട് ഉന്നതിയിലുള്ള വ്യക്തികളാണ് ഞങ്ങള്. ഒരുപാട് നേട്ടങ്ങൾ നേടിയ വ്യക്തികളാണ് ഞങ്ങള്. ട്രാൻസ് പക്ഷേ ഇന്ന് ഞാനും ആശു മാത്രമല്ല ഒരു ആൾക്കാരെ കല്യാണം കഴിച്ച ഒരു വ്യക്തികള്. ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്ത് കല്യാണം കഴിക്കുന്നത്, ഇഷ്ടം പോലെ ആൾക്കാർ ജീവിക്കുന്നത്, ഇഷ്ടം പോലെ ആൾക്കാർ അംഗീകരിക്കുന്നത്. അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഫഹദ് പറഞ്ഞത് നീ ട്രാൻസ് ഒന്നല്ല, നീ എങ്ങനെ ട്രാൻസ് ആവും, നീ ആണല്ലേ എന്ന്. ഞാൻ എന്റെ സ്വന്തം വെളിപ്പെടുത്തിയ വ്യക്തിയാണ്. അതിന് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ എന്റെ അവയവങ്ങൾ മുറിച്ച് കളയുന്നില്ല. ഞാൻ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാണ്, ഞാൻ ട്രാൻസ് വുമണായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാൻ പറ്റും. അത് ഞാൻ എന്റെ അവയവങ്ങൾ മുറിച്ച് കളയുന്നില്ല. അറിയില്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാനൊരു കഴിവ് ഫഹദിന് ആദ്യം വരണം. നീ എന്നും തകരുന്ന ബന്ധമല്ല ഫഹദ് ഇത്. അത് ആദ്യം മനസ്സിലാക്കുക. പാവം എനിക്കറിയില്ലല്ലേ എന്തിനാണ് അയാൾ എന്നെ ഇങ്ങനെ ട്രോളുന്നത് എന്നുള്ള എനിക്ക് അറിയുന്നില്ല. ഇപ്പൊ സംശയങ്ങൾ രണ്ടാളും പാടെ ഒത്തുള്ള കളിയാണോ എന്നാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാക്കും ഞങ്ങൾ 8ന്റെ പണി വരും കേട്ടോ. പൂമരങ്ങൾ പെയ്തു തോരുന്നു. എനിക്കറിയില്ല എന്തിനാണ് ഫഹദ് ഇങ്ങനെ. എനിക്കറിയില്ലല്ലേ ഇതാണോ പെണ്ണോ സത്യത്തില്. എനിക്ക് എന്തായിട്ട് തോന്നണേ രാശിയെ? അല്ലെങ്കിൽ ഒരു ലൈവ് ഇട്ടിട്ട് അതൊന്ന് മാടി കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. ഇപ്പോ ട്രാൻസ്ജെൻഡർ നടക്കില്ലേ? ഈ ട്രാൻസ്ജെൻഡർ അയക്കണോ? അന്ന ദുബായിൽ നിന്ന് കയറ്റി വിട്ട് എന്തിനാ? ഈ കയറ്റി വിട്ടതിന് ശേഷമുള്ള കോലാഹലങ്ങൾ എന്തൊക്കെയാണ്? ആ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ആ നീലക്കുയിൽ എന്ന് പറഞ്ഞ ആ ചാനലിന് നീ എന്തെല്ലാം കാര്യങ്ങൾ അഭിമുഖം കൊടുത്തു, എന്തെല്ലാം കൊടുത്തു. എന്നിട്ട് ഒരു പേരും പിടിച്ച് പെണ്ണുങ്ങളെ മാതിരി ഒരു അപായിട്ടിട്ട് ആ 9 ഇളമാതിരി ഇങ്ങനെ നടത്തുന്നത് കണ്ടില്ലല്ലോ. അതൊന്ന് കണ്ടോ. എന്താണ് പോക്ക്? അറിയാത്ത ഏതെങ്കിലും ഒരു ചങ്ങായി കാണിച്ചാ ഓടി ചെന്ന് സെൽഫി എടുക്കും. കാരണം അത്ര പെണ്ണുങ്ങളടക്കം സത്യം പറയാന്ന് വെച്ചാൽ ഡ്രസ് ഇട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. അത് പറയാതിരിക്കാൻ വയ്യ. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മണികിലിക്കല്ലേ നടക്കുമ്പോ കണ്ടില്ലേ കുറ്റിപ്പുറം ജാസി സംഭവം. എന്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് വേഷം കെട്ടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആശിരിയും ചാശിരിയും ഈ കല്യാണ വെഡിങ് ആൽബം പോലെ ഇവര് ഷൂട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടോ. സംഭവം മുൻവേഷം കെട്ടിയാൽ അവർക്ക് നല്ല ഭംഗിയൊക്കെ തന്നെ. പക്ഷെ മാടി നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഏതെങ്കിലും ഒരു അറിയാത്തൊരാള് ഇവൻ പെണ്ണാണെന്ന് വിചാരിച്ചു വന്ന് ഇവനെ കല്യാണം കഴിച്ച് ഇവനാണെച്ചാൽ മരിച്ചാ പറയില്ല ഞാനാണെന്നുള്ളത്. കാലത്തിന് ഈ ആശിക്ക് ഈ കാര്യം അറിയണോണ്ട് വലിയ കുഴപ്പമില്ല. അതല്ല പുറമുള്ള വേറൊരാൾ വന്ന് ഇവൻ പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ബംഗാളി നേപ്പാളി വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ കയറിയാലുള്ള ആദ്യ രാത്രിത്തെ അവസ്ഥകളൊന്നും ആലോചിച്ചാണ്. മറ്റോ ആർത്തി മൂത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പാടെ കണ്ടു കഴിഞ്ഞാൽ മറ്റവന്റെ ബോധം പോവില്ല. അപ്പോഴും ഇപ്പം ചിരിക്കും. കാരണം ഇപ്പം മൂലപഠനത്തിന്റെ ആളാണല്ലോ. ഞാൻ ഞങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചുതരാം. അതായത് ഈ ആസി എന്ന് പറഞ്ഞ ഒരുമ്പട്ടം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് കൂട്ടമണി അടിച്ചിങ്ങോട്ട് പോകുന്നതാ. പോകുന്നതിന് ശേഷം ഇവിടെ വീട്ടിൽ വന്ന് ഉമ്മാന്റെ അടുത്ത് 1 ദിവസം 2 ദിവസം നിന്ന് അവന്റെ ഫോണൊക്കെ പിടിച്ചുവെച്ചിക്കാണ്, അവന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ചിക്കാണെന്നൊക്കെ പറഞ്ഞു. ഒരു തേങ്ങയില്ല. പാസ്പോർട്ട് കൊടുക്കും. പാസ്പോർട്ട് കൊടുക്കാത്ത എന്താ? ഈ ചെക്കൻ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ജാസി എന്ന് പറഞ്ഞ് ഒരുമ്പിട്ട് അടക്കണവന് ഇവനെ വെച്ചോണ്ട് അടക്കല്ലേ മൂലവർദ്ധനത്തിന് വേണ്ടിയിട്ട്. അത് ഏത് തള്ളാർക്കും സഹിക്കുക, ഒരു തള്ളാർക്കും സഹിക്കൂല. കല്യാണപ്രായ ഒരു ചെക്കനെ കെട്ടിച്ച് പെര നിറഞ്ഞു നിൽക്കുക കെട്ടിക്കാനായിട്ട് ഈ ആശിനെ. അവനക്ക് ഇതുമാ സുഖം കണ്ട് കൂടിയിരിക്കണേ.
ഇവനൊക്കെ ശരിക്കും മേക്കപ്പ് ഇല്ലാതെ നിങ്ങൾ കാണാത്തോണ്ടാ. മേക്കപ്പ് ഇട്ടാൽ മാത്രമാണ് ജാസി, അല്ലെങ്കിൽ കോസിയ. നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ. ആ മേക്കപ്പിന്റെ രംഗൊന്ന് കണ്ടോക്കി നിങ്ങള്. എത്ര പോലെ 1.5 കിലോ പുട്ടിയാണ് വാരി തേക്കണത് ശരീരത്തിൽ മൊത്തം. നമ്മൾ ഈ ഓട്ടമ്പലിയിൽ പണിക്ക് പോണ ആൾക്കാരെ കണ്ടുകള് പോലെ മേത്തൊക്കെ പോടെ ആ ഓട്ടമ്പലിയിലത്തെ ആ ചളി, ആ ഓടുണ്ടാക്കുന്ന ചളി അവന് അതേപോലെയാണ് ഇവന്റെ മേത്ത് പുട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിങ്ങനെ 1.5 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് പുട്ടിയുടെ മണടിക്കും ജാസി വരുന്നുണ്ടെങ്കിൽ. ആ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇവനായിട്ട് വർത്താനം പറയുമ്പോൾ ഒറ്റ ആൾക്കാരില്ല. എന്താ ഈ മണടിച്ചിട്ടേ മുനിസിപ്പാലിറ്റി കക്കൂസ് വന്നതിനേക്കാളും നീതല്ലേ മണം. അതിലെ വാരി കയറ്റുന്നത്. ഇത് ആയിക്കൂടെ ഇതുകൊണ്ട് വേർത്താണ്ടല്ലോ, ആ കമ്പാർട്ട്മെന്റിലുള്ളവരൊക്കെ ഇറങ്ങിവിടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കൊച്ചിക്ക് എത്തിയിട്ട് അപ്പോത്തിന് മറ്റേ ആശാനം അവിടെ എത്തിക്കണേ, ഇവിടെ കൊച്ചിയിൽ എത്തിക്കണേ. റൂം എടുത്ത് അടുക്കളയിൽ കാത്തിരിക്കുക ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. ഏത് കെട്ടിയോൻ പെണ്ണുങ്ങൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് വരുന്നത് ഈ കൂട്ടമണി അടിക്കണവനാ. നടക്കുമ്പോ തന്നെ പണിയിലേക്കാണ് എനിക്ക്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കണ്ടു നോക്കി. ഇത് രണ്ടും പടുകളാ. ഞാന് കുറ്റിപ്പുറത്തായിരുന്നു. രണ്ടാളെയും സത്യം പറയാന്ന് വെച്ചാല് സംശയമുണ്ട്. കുറെ കാര്യങ്ങൾ ഒരു സംഭവം റബ്ബക്കരിക്കാന്ന് പറഞ്ഞ ടീമാ. കാര്യം ഇതിൽ ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ വീഡിയോ കണ്ടില്ലല്ലോ, ഒന്ന് കണ്ടോ. എടുത്തെത്താറായി, ഞാൻ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ അത് കണ്ടോളൂ. ഇത് ഞാൻ കണ്ടോ, എന്നെ കാത്ത് നിൽക്കുന്ന ഒരു ആശയാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും സ്നേഹമുള്ള ഞങ്ങൾ പിരിയുന്നത് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? പിന്നെ ഫഹദ് ഖാനോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് പിരിച്ചാൽ പിരിയുന്ന ബന്ധമല്ല, നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം. പിന്നെ നന്ദിനി അമ്മായിനോടും എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ ആശും അവൻ്റെ ഉമ്മയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ഫാമിലി എടുത്ത് നിർത്തോളും. അത് ഇടപെടാൻ നിങ്ങൾ ആരുമല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ആഷിക്ക് അവൻ്റെ ഉമ്മാനെ ഇഷ്ടമാണ്, എന്നെയും ഇഷ്ടമാണ്. ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിൽ നിങ്ങൾ കയറിയിട്ട് ഇടപെടേണ്ട ഒരു ആവശ്യമില്ല, അത്ര മാത്രം പറഞ്ഞോളൂ. പക്ഷേ ആ ജനങ്ങളിലുള്ള എത്തിയോക്കലും ആ ഓടി വരലും എന്താ 10 കൊല്ലം കാത്തുനിന്നിട്ട് കെട്ടിയവൻ ദുബായിൽ നിന്ന് വരുന്ന വരിക. ഒരു രസമുണ്ട്. ഇതും കൂടി നിങ്ങൾ കേട്ടോളി കേട്ടോ. ഫായദിന് ഭ്രാന്ത് പിടിച്ചിട്ടേ ഫായദ് നമ്മളെ കുറ്റിപ്പുറം കുണ്ടനിക്ക് വേണ്ടിയിട്ട് ഒരു കവിത രചിച്ചിട്ടുണ്ട്. ആ കവിത നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി. കണ്ടവരോട് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നമുക്ക് തന്നെ ആലോചിച്ച ചിരി വരും. ഫായതാണിച്ചാലോ ഇവരെ ട്രോളി 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 ഫായദിന് ഭ്രാന്തായിക്കണ്. എന്നാ പോലെ ആ കവിത ഒന്ന് കേട്ടോളി. കവിത: കുണ്ടന്റെ രാസലീലകൾ. ഇരുൾ പകർന്നു രാത്രിയുടെ മയനത്തിൽ പുറത്തിറങ്ങി ഒരു കുണ്ടൻ. മുല്ലപ്പൂവും തലയിൽ ചൂടി 2 ചിരട്ടകൾ കമിഴ്ത്തി വെച്ചു ചന്തി കുലുക്കി നടന്നു കുണ്ടൻ. ദൂരെ നിന്നും കള്ളു കുടിച്ചു വരുന്നവർക്കറിയില്ലല്ലോ ഇതൊരു കുണ്ടനാണെന്ന്. ഇതൊരു കുണ്ടനാണെന്നവർ തിരിച്ചറിഞ്ഞില്ല. ഒടുവിൽ കുണ്ടൻ അവർക്ക് വഴങ്ങി നിക്കറഴിച്ചു. അഴിച്ചു നോക്കിയതും അടിച്ചു പാമ്പായ കള്ളുകുടിയൻ ബോധഹർഷനായി വീണു. നോക്കുമ്പോൾ ഇതു പെണ്ണല്ല, പെണ്ണിന്റെ രൂപം ചുറ്റി ചിരട്ടയും നെഞ്ചത്ത് വെച്ച് നടക്കുന്ന കുണ്ടൻ. കുണ്ടനൊരു ഹസ്ബൻഡുമുണ്ട്, ഭർത്താവ്. അവൻ വേറെ ഒരു കുണ്ടൻ, താടി വെച്ച കുണ്ടൻ. ആ കുണ്ടനത്രേ ഭർത്താവ് ലജ്ജം മോശമായി കുണ്ടൻ. വീഡിയോ കണ്ട് ഇഷ്ടമായിക്കാന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.